ദിസ് ഇംഗ്ലീഷ് ഗ്രാമറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ടോപ്പിക്കുകളാണ് വൊക്കാബുലറി എന്ന് പറയുന്ന ടോപ്പിക്ക്. ആ ടോപ്പിക്ക് ശരിക്കും പറഞ്ഞാൽ പലരും ഗ്രാമറാണ് പ്രയാസം എന്ന് പറയുന്നത്. പക്ഷേ വൊക്കാബുലറി എന്ന മേഖലയാണ് അതിലും പ്രധാനമെന്ന് ഞാൻ പറയും. കാരണം നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും അധികം സമയം സ്പെൻഡ് ചെയ്യുന്നത് ഗ്രാമർ പഠിക്കാനായിരിക്കും അല്ലേ? ഡിയേഴ്സ്, വെൽക്കം ടു വി സ്കൂൾ അഗൈൻ. നമ്മൾ പഠിക്കുന്നത് ഇംഗ്ലീഷ് ഫോർ ഓൾ കോമ്പറ്റേറ്റീവ് എക്സാം എന്ന ടോപ്പിക്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് വൊക്കാബുലറി. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ശരിക്കും പറഞ്ഞാൽ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും അതുപോലെ നിങ്ങളുടെ ഇംഗ്ലീഷിലുള്ള പ്രാവീണ്യം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് വൊക്കാബുലറി സെക്ഷൻ. അതിൽ പ്രധാനപ്പെട്ടതാണ് ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസ്, ഫോറിൻ വേർഡ്സ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ്, കളക്റ്റീവ് നൗൺ, അങ്ങനെയുള്ള പല മേഖലകളും പ്രധാനപ്പെട്ടതാണ്. അതിലൊരു പ്രധാനപ്പെട്ട മേഖലയാണ് ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ. ആ ഒരു ടോപ്പിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സെറ്റാക്കാം. പിന്നെ വേറൊരു കാര്യം, വി സ്കൂളിന്റെ ഏറ്റവും പുതിയ കോഴ്സാണ് ഇത്, ഇംഗ്ലീഷ് ഫോർ ഓൾ കോമ്പറ്റേറ്റീവ് എക്സാംസ്. വളരെ സിമ്പിൾ ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഈ കോഴ്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് ഒരു ബാലികാരാമലയായി മാറുന്നെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാം. PDF നോട്ട്സ്, ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള വീഡിയോ സെഷൻസ്, അതുപോലെ MCQ സീരീസ്, അതുപോലെ നോട്ട്സ് എല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. വളരെ കുറഞ്ഞ ക്യാഷിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാം. അതൊരിക്കലും നിങ്ങളുടെ ലൈഫിൽ ഒരു നഷ്ടമാവില്ല, ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു ജോലിയോ അതുപോലെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇംഗ്ലീഷ് ക്യാച്ച് ചെയ്യാനുള്ള ഒരു വഴിയാണ് ഇത്. ഇംഗ്ലീഷ് ഫോർ ഓൾ കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറയുന്ന ഈ കോഴ്സ്. അതുകൊണ്ട് ധൈര്യപൂർവ്വം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാം. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്ന ടോപ്പിക്ക് ഇന്ന് ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ, പ്രധാനപ്പെട്ട 21 എണ്ണം, ഒരുപാട് എണ്ണം ഞാൻ പറയുന്നില്ല. വളരെയധികം സ്കാറ്റർ ചെയ്തെടുത്തിട്ടുള്ള, വളരെയധികം ഫിൽട്ടർ ചെയ്തിട്ടുള്ള 21 എണ്ണമാണ് പഠിക്കാൻ പോകുന്നത്. ഡിയേഴ്സ് നോക്കുക, 21 എണ്ണം. അപ്പൊ ഇംഗ്ലീഷ് ഗ്രാമറിലെ 21 ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസ് ആണ്, ഇഡിയംസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തേത് നോക്കൂ, എ റെഡ് ലെറ്റർ ഡേ. ചുവന്ന കത്തെന്നാണോ? നോ. എ റെഡ് ലെറ്റർ ഡേ മീൻസ് very important day. A very important day. ഒരു പ്രധാനപ്പെട്ട ദിവസം എന്ന് തന്നെയാണ് അതിനർത്ഥം. ഒരു പ്രധാനപ്പെട്ട ദിവസം. അപ്പൊ നമുക്കൊക്കെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഉണ്ടാകാറുണ്ട്. ചിലർക്ക് അത് ബർത്ത്ഡേ ആയിരിക്കും, ചിലർക്ക് ജോലിയിൽ പ്രവേശിക്കുന്നതായിരിക്കും, ചിലർക്ക് ജോലിയിൽ വിരമിച്ചിറങ്ങുന്നതായിരിക്കും, ചിലർക്ക് ഏതെങ്കിലും ഒരു സംരംഭം ആരംഭിക്കലായിരിക്കും, ചിലർക്ക് വിവാഹമായിരിക്കും. അങ്ങനെ പലതും ഉണ്ടേ ഏത് ഇമ്പോർട്ടൻ്റ് ആയ ഡേ. അങ്ങനെയുള്ളപ്പോൾ ഇനി നിങ്ങൾക്ക് എന്ത് പറയാം, ഇമ്പോർട്ടൻ്റ് ഡേക്ക് പകരം എ റെഡ് ലെറ്റർ ഡേ. ഓക്കെ, എക്സാമ്പിൾ, വിന്നിംഗ് ദ അവാർഡ് വാസ് എ റെഡ് ലെറ്റർ ഡേ ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ വിജയിച്ച് മുന്നേറി ഞാൻ ആ അവാർഡ് കരസ്ഥമാക്കിയ ദിനമുണ്ടല്ലോ, എന്താണ് എ റെഡ് ലെറ്റർ ഡേ. പ്രധാനപ്പെട്ട ദിവസമാണ്, മറക്കുവാൻ കഴിയാത്തത്. പഠിച്ചല്ലോ. നെക്സ്റ്റ് പോയിന്റ്, എ ബ്ലെസ്സിംഗ് ഇൻ ഡിസ്ഗൈസ് മീൻസ് സംതിങ് ഗുഡ് ദാറ്റ് സീംഡ് ബാഡ് അറ്റ് ഫസ്റ്റ്. ഇവിടെ ചില കാര്യങ്ങൾ ചില ആളുകൾക്ക് ആദ്യം നമുക്ക് ബാഡായി തോന്നും എന്തെങ്കിലുമൊക്കെ. അപ്പോൾ സംതിങ് ഗുഡ് ദാറ്റ് സീംഡ് ബാഡ് അറ്റ് ഫസ്റ്റ്, ആദ്യം മോശമാണെങ്കിലും അതെന്തായിരിക്കും, നല്ലതായിരിക്കും അല്ലെ? തുടക്കത്തിൽ നമുക്ക് മോശമായിട്ടൊക്കെ തോന്നും, പക്ഷേ പിന്നീടാണ് മനസ്സിലാക്കുക ദാറ്റ് ഷുഡ് ബി ഗുഡ് തിങ് അല്ലെ? എക്സാമ്പിൾ, ലോസിംഗ് ദാറ്റ് ജോബ് വാസ് എ ബ്ലെസ്സിംഗ് ഇൻ ഡിസ്ഗൈസ്. ആ ജോലി നഷ്ടപ്പെട്ടത് ശരിക്കും പറഞ്ഞാൽ അതൊരു നല്ല കാര്യമായി. തുടക്കത്തിൽ എനിക്ക് തോന്നി അത് നഷ്ടമാണെന്നൊക്കെ തോന്നി, പക്ഷെ പിന്നീടാണ് മനസ്സിലായത് അതൊരു നല്ല കാര്യമായെന്ന് തോന്നി. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ആഡ് ഫ്യൂൽ ടു ദ ഫയർ. എന്താണ് ആഡ് ഫ്യൂൽ ടു ദ ഫയർ? നമ്മൾ എരുതിയിൽ എണ്ണ ഒഴിക്കാന്ന് പറയത്തില്ല, അതാണ് പോയിന്റ്. എന്ന് പറഞ്ഞാൽ മേക്ക് എ ബാഡ് സിറ്റുവേഷൻ വേഴ്സ്. മോശമായിട്ടുള്ള കാര്യം വീണ്ടും മോശമാക്കുക. ചില ആളുകൾ അങ്ങനല്ലേ, ഒരു പ്രശ്നം ഉണ്ടായാൽ പിന്നെ വീണ്ടും അത് പ്രശ്നമുണ്ടാക്കി അതാകെ ഇല്ലാതാക്കി മാറ്റും. ശരിയല്ലേ?
അതുകൊണ്ട് ഒരിക്കലും പ്രശ്നങ്ങൾ വഷളാക്കരുത്. സോ ഇവിടുത്തെ പോയിന്റ് എന്താണ്? ആഡ് ഫ്യൂൽ ടു ദ ഫയർ മീൻസ് എന്താണ്? ഒരു പ്രോബ്ലം മേക്ക് വർഡ്സ്. എക്സാമ്പിൾ, ഹിസ് റൂഡ് കമന്റ്സ് ആഡഡ് ടു ദ ഫയർ. ആഡഡ് ടു ദ ഫയർ എന്ന് പറഞ്ഞാൽ അയാളുടെ മോശമായ പെരുമാറ്റം ആ പ്രശ്നം കൂടുതൽ വഷളാക്കി. അപ്പോൾ ഒരു പ്രശ്നത്തെ കൂടുതൽ പ്രശ്നമുണ്ടാക്കുക, കൂടുതൽ വഷളാക്കുക എന്ന് പറയാൻ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷിലെ ഇഡിയമാണെന്ത്? ആഡ് ടു ദ ഫയർ. സോ നെക്സ്റ്റ് പോയിന്റ്, the ball is in your court. ആ പന്ത് ഇപ്പം നിങ്ങളുടെ കോർട്ടില്ല. നമ്മൾ പറയത്തില്ലേ, എടാ ഇത് നിങ്ങളുടെ അവസരമാണ്, ഉപയോഗിച്ചോണേ. ഫോർ എക്സാമ്പിൾ, ഇറ്റ് ഈസ് യുവർ ഡിസിഷൻ ഓർ ഇറ്റ് ഈസ് യുവർ ഓപ്പർച്യൂണിറ്റി. ഇപ്പം നിങ്ങൾക്ക് തീരുമാനമെടുക്കാം. ബിക്കോസ് ദ ബോൾ ഈസ് ഇൻ യുവർ കോർട്ട്. നമ്മൾ പലപ്പോഴും ഈ വാക്കുകളൊക്കെ കേട്ടിട്ടുണ്ടല്ലേ? യെസ്. അപ്പം മീനിങ് എന്താണ്? നിങ്ങളുടെ തീരുമാനത്തിന് വിട്ടുതരികയോ നിങ്ങളുടെ അവസരമായിട്ട് ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കാണ് ദ ബോൾ ഈസ് ഇൻ യുവർ കോർട്ട്. എക്സാമ്പിൾ, I have done my part. Now the ball is in your court. ഞാൻ എൻ്റെ ജോലി നിർവഹിച്ചു കഴിഞ്ഞു, ഇപ്പോൾ നിങ്ങളുടെ കയ്യിലാണ് കാര്യങ്ങൾ. നമ്മൾ പറയത്തില്ലേ, ഞാൻ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു, ഇനി നിങ്ങൾ തീരുമാനം എടുത്തോണം, പറയില്ലേ? ഫോർ എക്സാമ്പിൾ, ഈ ടോപ്പിക് ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് തീരുമാനം എടുക്കാം, നിങ്ങൾ പഠിച്ചോണം, നിങ്ങളുടെ കയ്യിലാണ് കാര്യങ്ങൾ. ഇത്രയും പോയിന്റ് പിടി കിട്ടിയില്ലേ? ദാറ്റ്സ് എ പോയിന്റ്. ഓക്കെ, സോ നെക്സ്റ്റ് പോയിന്റ്, back to the drawing board, meaning start again from the beginning. എവിടെയാണോ തുടങ്ങിയത് അവിടെ നിന്ന് വീണ്ടും ആരംഭിക്കുക. സ്റ്റാർട്ട് അഗൈൻ ഫ്രം ദ ബിഗിനിങ്. എവിടെ നിന്നാണോ ആരംഭിച്ചത് അവിടെ നിന്ന് വീണ്ടും തുടങ്ങും. നമ്മൾ പറയത്തില്ലേ, മഹാനായ മെൻലോ പാർക്കിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന എഡിസന്റെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങളും കഷ്ടതകളൊക്കെ ഉണ്ടായപ്പോൾ അദ്ദേഹം വീണ്ടും ഒന്നേ തുടങ്ങുകയാണ് ചെയ്തത്. അതുപോലെയാണ് നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമുകളോ നമ്മുടെ അക്കാഡമിക്കിലുള്ള എക്സാമുകളോ ഒക്കെ ഉണ്ടാകുമ്പോൾ പലപ്പോഴും പരാജയങ്ങൾ ഉണ്ടാവാം. പക്ഷെ വീണ്ടും നമ്മൾ ആദ്യം ഒന്ന് തുടങ്ങി വിജയിക്കാനുള്ള ശേഷി ആർജിച്ചെടുക്കുക എന്നതാണ് പോയിന്റ്. ഹിയർ ബാക്ക് ടു ദ ഡ്രോയിങ് ബോർഡ് മീൻസ് സ്റ്റാർട്ട് അഗൈൻ ഫ്രം ദ ബിഗിനിങ്. എവിടെയാണ് തുടങ്ങിയത് അവിടെ നിന്ന് വീണ്ടും ആരംഭിക്കുക. ഫോർ എക്സാമ്പിൾ, അവർ പ്ലാൻ ഫെയിൽ. നമ്മുടെ പദ്ധതി എല്ലാം പരാജയപ്പെട്ടു. ഇനി എന്താ കാര്യം? സോ ഇറ്റ്സ് ബാക്ക് ടു ദ ഡ്രോയിങ് ബോർഡ്. വീണ്ടും ഒന്നേന്ന് ആരംഭിക്കുക. ഈ അടുത്ത കാലത്ത് ഇസ്രോ ഒരു സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തു, അതൊരു പരാജയമായിരുന്നു എന്ന് പറഞ്ഞ് ഇസ്രോ അടങ്ങിയിരിക്കുമോ? ഇല്ല. പുതിയ മുന്നേറ്റങ്ങൾക്കായി വീണ്ടും ശ്രമങ്ങൾ തുടരുക, അതൊരവസരമാണ്, അല്ലേ? സോ അപ്പോൾ ബാക്ക് ടു ദ ഡ്രോയിങ് ബോർഡ് മീൻസ് എന്താണ്? എവിടെയാണോ തുടങ്ങിയത് അവിടെ നിന്ന് വീണ്ടും ആരംഭിക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് പോയിന്റ്, go to the extra mile. Go to the extra mile means do more than required. ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുക? ആർജിക്കുക. നമുക്ക് സമ്പത്തുണ്ട്, അത് പോരാ, ഇനിയും നമ്മൾ ആർജിച്ച് ശേഷിച്ച കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? കൂടുതൽ ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ കൂടുതൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ഉണ്ടാക്കുക എന്നാണ്. ഡു മോർ ദാൻ റിക്വയർഡ്. ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ സംഭരിക്കുക എന്നൊക്കെ പറയും. അത് നല്ലൊരു കാര്യമാണ്, അല്ലേ? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുകയല്ല, വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? യെസ്, ശ്രമങ്ങൾ തുടരുക. ശ്രമിക്കാനുള്ള മനസ്സ് കൂടിയാണ് പോയിന്റ്. അപ്പൊ ഗോ ടു ദ എക്സ്ട്രാ മൈൽ മീൻസ് വീണ്ടും എന്ത് ചെയ്യുക? വർക്ക് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. സോ എക്സാമ്പിൾ, ഷി ഓൾവേസ് ഗോ ടു ദ എക്സ്ട്രാ മൈൽ ഫോർ ഹർ സ്റ്റുഡൻസ്, അല്ലെ? ഷി ഓൾവേസ് ഗോ ടു ദ എക്സ്ട്രാ മൈൽ ഫോർ ദ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ അവളുടെ കുട്ടികൾക്ക് വേണ്ടി അവൾ വീണ്ടും എന്ത് ചെയ്യാണ്? എന്തെങ്കിലും സമ്പാദിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ പഠനത്തിൽ സഹായിക്കുകയോ ഒക്കെ ചെയ്യുകയാണ് പോയിന്റ്. അപ്പോൾ ഉള്ളതിൽ നിന്നും വീണ്ടും കൂടുതൽ ഉണ്ടാക്കുക എന്നർത്ഥമാണ് എന്ത്? ഗോ ടു ദ എക്സ്ട്രാ മൈൽ എന്ന ഇഡിയമിന്റെ മീനിങ്. ഇതൊക്കെ നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് ആണ്, അല്ലെ? സോ നെക്സ്റ്റ് വൺ, ഗിവ് someone the cold shoulder. എന്താണ് ഗിവ് someone the cold shoulder? ഇവിടെ നമ്മൾ ചില ആളുകളെ അവഗണിക്കാറുണ്ട്. നമ്മൾ അവഗണിക്കാറുണ്ടോ? അല്ലെ? ഒന്ന് നോക്ക്, നമ്മൾ ആരെങ്കിലും ഒക്കെ അവഗണിക്കാറുണ്ടോ? ഇവിടുത്തെ പോയിന്റ്, ഇഗ്നോർ someone. ചില ആളുകളെ അവഗണിക്കേണ്ടി വരും. അവരുടെ പ്രവൃത്തി കൊണ്ടും അവരുടെ പെരുമാറ്റം കൊണ്ടും നമ്മളത് ഒഴിവാക്കും, അല്ലെ? യെസ്. അപ്പോൾ ഗിവ് someone the cold shoulder means ignore someone. ആരെ ഒഴിവാക്കുക. എക്സാമ്പിൾ, ഷി ഗേവ് മീ ദ കോൾഡ് ഷോൾഡർ യെസ്റ്റർഡേ. ഇന്നലെ അവൾ എന്നെ എന്ത് ചെയ്തു? അവഗണിച്ചു, അല്ലെ? എന്റെ പെരുമാറ്റം എന്തോ മോശമായത് കൊണ്ടാവാം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇഡിയം മറന്നു പോകരുത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, ഹിറ്റ് ദ സാക്ക്. Hit the sack means go to bed means sleep എന്നർത്ഥമാണ്. ഉറങ്ങാനായിട്ട് പോവുക അല്ലെങ്കിൽ ഉറക്കം വരുന്നു എന്നൊക്കെയാണ് അർത്ഥം. ഏതാണ് ഹിറ്റ് ദ സാക്ക് എന്ന വാക്കിന്റെ എന്ന ഇഡിയമിന്റെ മീനിങ്? എക്സാമ്പിൾ, ഐ ആം ടയർഡ്, ടൈം ടു ഹിറ്റ് ദ സാക്ക്. ഞാൻ വളരെയധികം ടയർഡാണ്,
ക്ഷീണിതനാണ്. അതുകൊണ്ട് ഐ വോണ്ട് ടു ഹിറ്റ് ദ ബാക്ക് എന്ന് പറഞ്ഞാൽ ഐ വോണ്ട് ടു ഹിറ്റ് ദ സാക്ക് മീൻസ് ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഉറങ്ങാൻ പോവുകയാണെന്ന് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇഡിയമാണ് ഇത്. സോ ഹിറ്റ് ദ സാക്ക്. സോ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകളാണ് നമ്മൾ പഠിക്കുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ കോമ്പറ്റീറ്റീവ് എക്സാമുകൾക്ക്, അതുപോലെ നമ്മുടെ ഹൈസ്കൂൾ ഇംഗ്ലീഷ് ഗ്രാമറിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറയുന്ന ഇഡിയമുകൾ. ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് അനായാസം യൂസ് ചെയ്യാൻ പറ്റും, നമ്മുടെ എക്സാമുകൾക്ക് ഉപയോഗിക്കാൻ പറ്റും, ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത പോയിന്റിലേക്ക് പോകാം. ബാക്ക് ടു ദ ഡ്രോയിങ് ബോർഡ്. അടുത്ത നോക്കിയേ, കോസ്റ്റ് ആൻഡ് ആം ആൻഡ് ലെഗ്. എന്താണ് കോസ്റ്റ് ആൻഡ് ആം ആൻഡ് ലെഗ് മീൻസ്? വെരി എക്സ്പെൻസീവ്, വളരെ വില കൂടിയ, മൂല്യമുള്ള, വാല്യുബിൾ ആയിട്ടുള്ള പോയിന്റ് ആണ് എന്ത്? കോസ്റ്റ് ആൻഡ് ആം ആൻഡ് ലെഗ്. മീനിങ് പറഞ്ഞു. എക്സാമ്പിൾ, ദ ഫോൺ കോസ്റ്റ് മീ ആൻഡ് ആം ആൻഡ് ലെഗ്. ഇവിടെ ആ ഫോണേ വളരെ വിലയുള്ള ഫോണാ, വിലപിടിപ്പുള്ള ഫോണാ, നല്ല പണം ചിലവഴിച്ച് വാങ്ങിയ ഫോണാ എന്നാ പറയുന്നത്. ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നമ്മളെ ഫോൺ കൊണ്ട് കാണിച്ചിട്ട് പറയും എന്താണ്, വില കൂടിയ ഫോൺ, 2 ലക്ഷം രൂപ എന്നൊക്കെ പറയും. മീനിങ് എന്താണ്? കോസ്റ്റ് ആൻഡ് ലെഗ് എന്നാണ് മീനിങ്. മീനിങ് എന്ന് വെച്ചാൽ വെരി എക്സ്പെൻസീവ്. Got it? So next one, a wild goose chase. A wild goose chase means a pointless pursuit. നിഷ്ഫലമായ പ്രവർത്തനം, ഫലമൊന്നുമില്ല. Example, looking for that the book was wild goose chase. അല്ലേ, ഇവിടെ looking for that book was a wild goose chase. അതെന്ന് പറഞ്ഞാൽ ഒരു ബുക്കിന് വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ്, പക്ഷെ അത് നിഷ്ഫലമാണ്, കിട്ടിയെന്നില്ലെന്ന് അർത്ഥം. അപ്പോൾ എന്താണ്? നിഷ്ഫലമായ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് എ വൈൽഡ് ഗൂസ് ചേസ്. സോ നെക്സ്റ്റ് പോയിന്റ്, ഇൻ ദ നിക്ക് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇൻ ടൈം. ജസ്റ്റ് ഇൻ ടൈം, ഈ സമയത്തിൽ എന്നർത്ഥമാണ്. ഈ സമയത്തിൽ. എക്സാമ്പിൾ, ഹി അറൈവ്ഡ് ഇൻ ദ നിക്ക് ഓഫ് ടൈം. ഈ സമയത്ത് അങ്ങോട്ട് എത്തിയതേ ഉള്ളൂ, അവൻ എത്തിച്ചേർന്നേ ഉള്ളൂ, ആഗമിച്ചതേ ഉള്ളൂ എന്നർത്ഥം. അപ്പോൾ എന്താണ് ഇൻ ദ നിക്ക് ഓഫ് ടൈം? ജസ്റ്റ് ഇൻ ടൈം, സമയത്തെത്തി, എത്തിയതേ ഉള്ളൂ എന്നാണ് അർത്ഥം. ഈ സമയത്ത് എന്നാണ് അർത്ഥം. Okay, next one, a dime of dozen, meaning very common, പൊതുവെ, സാധാരണ. Example, such gadgets are dime a dozen these days. ഈ കാലത്തൊക്കെ ഈ ഗാഡ്ജറ്റ്സ് ഒക്കെ വളരെ കോമൺ ആണ്, ഗാഡ്ജറ്റ്സ്. സോ നെക്സ്റ്റ് പോയിന്റ്, a dime of dozen means very common. എന്താ വെരി കോമൺ? സാധാരണയായി. ചില സാധനങ്ങളൊക്കെ സാധാരണയായിട്ട് വില കുറവായിരിക്കും. അപ്പൊ ചിലതൊക്കെ സാധാരണയായിട്ടുള്ളതാണ്, അതായത് എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള കാര്യം പറയുമ്പോഴാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? എ ഡൈം ഓഫ് ഡസൺ ഉപയോഗിക്കുക. എ ഡൈം എ ഡസൺ. എക്സാമ്പിൾ, സച്ച് ഗാഡ്ജറ്റ്സ് ആർ ഡൈം എ ഡസൺ ദീസ് ഡേയ്സ്. ഈ കാലത്തൊക്കെ ഗാഡ്ജറ്റ്സ് ഒക്കെ വളരെയധികം കോമൺ ആണ്. നമുക്കറിയാം, ഈ 2020 കൂടി 20 ശേഷം ഈ കാലഘട്ടത്തിലൊക്കെ തന്നെ പല ഗാഡ്ജറ്റ്സുകളും നമുക്ക് വളരെ കോമൺ ആയിട്ട് കിട്ടും. അപ്പോൾ കാലം മാറി അല്ലേ? ഇപ്പൊ തന്നെ നമുക്ക് നമ്മുടെ ക്ലാസ് തന്നെ ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്നൊരകം എന്ത് ചെയ്യാം? കാണാം, വാച്ച് ചെയ്യാം, പഠിക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ അത്രയും കോമൺ ആണ് കാര്യങ്ങൾ. സോ അതുകൊണ്ട് നമുക്കെല്ലാം വിരൽത്തുമ്പിൽ കിട്ടുന്ന ഒന്നാണ്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഗാഡ്ജറ്റ്സ് ഒരു കോമൺ ആയിട്ടുള്ള ഒരു അവൈലബിൾ ആയിട്ട് കാര്യമായി മാറി. ഗാഡ്ജറ്റ്സുകളെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും ഒക്കെ തന്നെ. സോ പോയിന്റ് ഓക്കെ ആണല്ലോ. സോ നെക്സ്റ്റ് വൺ, ബേൺ ദ കാൻഡിൽ അറ്റ് ബോത്ത് എൻഡ്സ്. നമ്മൾ രണ്ടറ്റവും കത്തിക്കുക എന്ന് പറഞ്ഞാൽ അത്രമാത്രം വേഗത്തിൽ എന്ത് ചെയ്യും? എരിഞ്ഞു തീരും എന്നല്ലേ പോയിന്റ്. എന്ന് പറഞ്ഞാൽ ഓവർ വർക്ക്, അമിതമായിട്ട് നമ്മൾ ജോലി ചെയ്യുക എന്നർത്ഥമാണ്. കൂടുതൽ പ്രയത്നിച്ചു, അതിനർത്ഥം ഇതുകൂടിയാണ്, അതൊരു ഓവർ വർക്കാണ്, അത് അത്യധ്വാനമാണ്, കഠിനമായിട്ട് ചെയ്യുകയാണ്. അത് മാത്രമല്ല അത് എരിഞ്ഞു തിരികെയാണെന്ന് അർത്ഥം കൂടിയുണ്ട് അല്ലെ? ചില ആൾക്കാരാണെങ്കിൽ 8 മണിക്കൂറിന് 15-16 മണിക്കൂർ ജോലി ചെയ്യും. അങ്ങനെ ചെയ്താൽ അതൊരു വലിയ പ്രശ്നമാണ് അല്ലെ? എക്സാമ്പിൾ, he is burning the candle at both ends. അദ്ദേഹം സ്വയം എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വെച്ചാൽ അത്രയും ഓവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പോയിന്റ്. അപ്പൊ അതുകൊണ്ടാണല്ലോ നമുക്ക് 8 മണിക്കൂർ ജോലിയും 8 മണിക്കൂർ വിശ്രമവും അല്ലെങ്കിൽ ബാക്കിയുള്ള പോയിന്റായിട്ട് നമുക്ക് ഒരു ദിവസത്തെ ക്രമീകരിച്ചിരിക്കുന്നു അല്ലേ? സോ നെക്സ്റ്റ് വൺ, ഔട്ട് ഓഫ് ദ ബ്ലൂ. ഔട്ട് ഓഫ് ദ ബ്ലൂ മീൻസ് അൺഎക്സ്പെക്ടഡ്ലി. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ, അപ്രതീക്ഷിതമായത്. എക്സാമ്പിൾ, he shoved up out of the blue. എന്താണ് he shoved up out of the blue mean? എന്ന് പറഞ്ഞാൽ അവനെന്താ അൺഎക്സ്പെക്ടഡ്ലി ആയിട്ട് അവനെ വളരെയധികം എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ എന്നൊക്കെ അർത്ഥമാണ്. സോ നെക്സ്റ്റ് പോയിന്റ്, ഔട്ട് ഓഫ് ദ ബ്ലൂ. ഔട്ട് ഓഫ് ദ ബ്ലൂ മീൻസ് അൺഎക്സ്പെക്ടഡ്ലി, അപ്രതീക്ഷിതമായി.
എക്സാമ്പിൾ, ഹി ഷോഡ് അപ്പ് ഔട്ട് ഓഫ് ദ ബ്ലൂ. അവൻ എന്താ പറയുക, അൺഎക്സ്പെക്റ്റഡ്ലി, അപ്രതീക്ഷിതമായി വന്നു ചേർന്നു എത്തിച്ചേർന്നു അവനെ കണ്ടു എന്നാണ് അർത്ഥം, അല്ലെ? എന്താണ് ഹി ഷോഡ് അപ്പ്. അപ്പൊ മീനിങ് എന്താണ്? ഔട്ട് ഓഫ് ദ ബ്ലൂവിന് മീനിങ് എന്താണ്? അൺഎക്സ്പെക്റ്റഡ്ലി. സോ നമ്മൾ ഓരോ പോയിന്റും പഠിക്കുകയാണ്, വെരി ഇമ്പോർട്ടന്റ് ആണ്, ഇഡിയംസ് ആണ്. സോ നെക്സ്റ്റ് വൺ, കട്ട് ദ കോർണേഴ്സ്. കട്ട് കോർണേഴ്സ് മീൻസ് ടു ഡു സംതിങ് ബാഡ്ലി ഓർ ചീപ്ലി. വില കുറഞ്ഞ രീതിയിലോ മോശമായ രീതിയിലോ എന്തെങ്കിലും കാര്യം ചെയ്യുക, അതാണ് കട്ട് കോർണേഴ്സ്. വലിയ പ്രാധാന്യമില്ലാതെ ചില ആളുകൾ ചില കാര്യം ചെയ്തിട്ട് പോകും, അതിന് വലിയ വിലയൊന്നും കൊടുക്കില്ല, ആ പ്രവർത്തനത്തിന് വലിയ വാല്യൊന്നും കൊടുക്കില്ല, അതാണ് പോയിന്റ്. എക്സാമ്പിൾ, the builder cut corners and now the wall is cracking. ജോലിക്കാരനെ വെച്ച് ജോലി ചെയ്യാൻ ആരംഭിച്ചു. എന്താണ്? ഭിത്തിയിലുള്ള ജോലിയായിരുന്നു, ഭിത്തി പണിയുക, വീട് പണിയുകയായിരുന്നു. അയാൾ വന്നു എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് പോയി, ഇപ്പൊ അതിനകത്ത് ക്രാക്സ്, വിള്ളലുകളും പൊള്ളയും ഒക്കെ ആയി മാറി എന്ന് പറഞ്ഞാൽ ആ വർക്ക് അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തോ? ഇല്ല. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ഒരു ഡെഡിക്കേഷനും ഇല്ലാതെ ചെയ്യുന്ന, നിഷ്ഫലമായി ചെയ്യുന്ന കാര്യങ്ങളാണ് എന്താ? കട്ട് കോർണേഴ്സ്. To do something badly or cheaply. Example. Next point. Let sleeping dogs lie, meaning don't bring up an old argument or problem. പഴയ കാര്യങ്ങളും പ്രശ്നങ്ങളും കുത്തിപ്പൊക്കിക്കൊണ്ടുവരരുത്. Don't bring up, കൊണ്ടുവരരുത്, an old argument or problem. Example, don't talk about last year's issue. Let sleeping dogs lie. Don't talk, സംസാരിക്കരുത്, കഴിഞ്ഞ വർഷത്തെ പ്രശ്നത്തെ പറ്റി സംസാരിക്കരുത്. ഡോണ്ട്, അത് കുത്തിപ്പൊക്കിക്കൊണ്ടുവരരുതെന്ന് പറയത്തില്ലേ, ആ വിഷയം ഉന്നയിക്കരുത് എന്ന് പറയത്തില്ലേ. അപ്പൊ ഡോണ്ട് ബ്രിങ് മീൻസ് അത് ഉന്നയിക്കരുത്, അത് കൊണ്ടുവരരുത്, കുത്തിപ്പൊക്കിക്കൊണ്ടുവരരുത്, അത് വീണ്ടും റിക്കളക്ട് ചെയ്യരുത് എന്നൊക്കെ അർത്ഥമാണ് ലെറ്റ് സ്ലീപ്പിംഗ് ഡോഗ്സ് ലൈ മീനിങ്. അതുകൊണ്ടാണ് എക്സാമ്പിൾ, ഡോണ്ട് ടോക്ക് അബൌട്ട് ലാസ്റ്റ് ഇയേഴ്സ് ഇഷ്യൂ. കഴിഞ്ഞ വർഷത്തെ ഇഷ്യൂവിനെ പറ്റി ഇപ്പൊ സംസാരിക്കേണ്ട, അത് പോയി. സോ അതിനെന്ത് ചെയ്യുക? ലെറ്റ് സ്ലീപ്പിംഗ് ഡോഗ്സ് ലൈ, അത് വിട്ടേക്കുക, അതിനെ കുത്തിപ്പൊക്കിക്കൊണ്ടുവരണ്ട, അത് പറയത്തില്ലേ. സോ ദാറ്റ്സ് എ പോയിന്റ്. സോ നെക്സ്റ്റ് വൺ, kick the buckets. Kick the bucket means to die. മരിക്കാറാവുക, മരിക്കാൻ പോവുക എന്നൊക്കെയാണ് അർത്ഥം. എക്സാമ്പിൾ, the old man finally kicked the bucket at the age of 95. അദ്ദേഹത്തിന്റെ 95-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. That's the point. അപ്പോൾ to die means kick the buckets. Next one, hit the books. എന്താണ് hit the books means to start studying seriously. വളരെ സീരിയസ് ആയിട്ട്, വളരെ ശ്രദ്ധയോടുകൂടി, വളരെ ആത്മാർത്ഥതയോടുകൂടി പഠിക്കുവാനിരിക്കുന്നവരെ പറയുന്ന പേരാണ് ഹിറ്റ് ദ ബുക്സ് എന്ന പോയിന്റ്. ഓക്കെ, എക്സാമ്പിൾ, യു ബെറ്റർ ഹിറ്റ് ദ ബുക്സ് ഇഫ് യു വാണ്ട് ടു പാസ് ദ എക്സാം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എക്സാം അല്ലെ പാസ്സാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സോ യു വുഡ് ബെറ്റർ, അല്ലെ, യു വുഡ് ബി ബെറ്റർ, അല്ലെങ്കിൽ യു ഹാഡ് ബെറ്റർ ഹിറ്റ് ദ ബുക്സ് എന്നർത്ഥമാണ്. അവിടെ യു ഹാഡ് ബെറ്റർ ഉപയോഗിക്കാം, യു ഹാഡ് ബെറ്റർ ഹിറ്റ് ദ ബുക്സ്, അതായത് നിങ്ങൾ അങ്ങനെ സീരിയസ് ആയി പഠിക്കുന്നതായിരിക്കും നല്ലത് എന്ന വാക്കാണ് ഇവിടെ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഹിറ്റ് ദ ബുക്സ് മീൻസ് ടു സ്റ്റാർട്ട് സ്റ്റഡിങ് സീരിയസ്ലി. ഒരു പ്രവർത്തനത്തിൽ, പഠനകാര്യത്തിൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇറങ്ങിച്ചെന്ന് പഠിക്കുക, അത് സീരിയസ് ആയിരിക്കണം. സോ നെക്സ്റ്റ് പോയിന്റ്. സോ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഇംഗ്ലീഷിലെ പ്രധാനപ്പെട്ട ഇഡിയംസ് ആണ്. ഈ പ്രധാനപ്പെട്ടത് പഠിച്ചോളൂ, നിങ്ങളുടെ ലൈഫിൽ നിർണായകമാവുക തന്നെ ചെയ്യും. ഒപ്പം വിസ്കൂളിന്റെ പ്രധാനപ്പെട്ട, അതോടൊപ്പം തന്നെ അതുപോലെ വിസ്കൂൾ അവതരിപ്പിക്കുന്ന, വിസ്കൂൾ പ്രസന്റ് ചെയ്യുന്ന, വിസ്കൂൾ ഡെവലപ്പ് ചെയ്ത, വിസ്കൂൾ ഡെവലപ്പ് ചെയ്ത ഇംഗ്ലീഷിന്റെ ഗ്രാമർ ടോപ്പിക്കുകൾ കോമ്പറ്റേറ്റീവ് എക്സാമിനാവട്ടെ, ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കാവട്ടെ, എല്ലാവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുത്തുന്ന ഏരിയകളാണ്. വളരെ അടുക്കും ചിട്ടോട് കൂടി 1 by 1 ആയിട്ട്, സോ നൗൺ മുതൽ വൊക്കാബുലറി വരെ ആഡ് ചെയ്തിരിക്കുന്നു. ഈ ടോപ്പിക്കുകൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു വെച്ചാൽ, കഴിഞ്ഞുപോയ PSC, SSC, RRB, അതുപോലെ ഹൈസ്കൂൾസ്, ഇങ്ങനെയുള്ള പല മേഖലകളിലും പഠിപ്പിച്ചും പരിശീലിപ്പിച്ചുമുള്ള അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. സോ അതുകൊണ്ട് യു ക്യാൻ ചൂസ് ദിസ് കോഴ്സ്, നിങ്ങളുടെ ലൈഫ് സെറ്റ് ആവട്ടെ. ഓക്കെ.